നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് സൗദി വ്യോമയാന അധികൃതർ. വേനലവധിയും കോവിഡും ഒരുമിച്ച് വന്നപ്പോഴാണ് വിമാന ടിക്കറ്റ് നിരക്ക് ഉയർത്തിയതെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. സൗദിയിൽ നിന്നും വിവിധ പ്രവിശ്യകളിലേക്കും രാജ്യങ്ങളിലേക്കുമുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ പ്രത്യേക നയം നടപ്പിലാക്കാനാണ് നീക്കം നടക്കുന്നത്. സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വക്താവാണ് ടിക്കറ്റ് നിരക്കിലെ വർധനവ് സംബന്ധിച്ച് സംസാരിച്ചത്. കോവിഡ് കാരണം പൊതുവെ വിമാന സർവീസ് കുറവാണ്. ഇതോടൊപ്പം വേനലവധി കൂടി ഒന്നിച്ചെത്തിയതോടെ ടിക്കറ്റ് വില വർദ്ധിച്ചു. വിമാന സർവീസ് സാധാരണഗതി പ്രാപിക്കുന്നതോടെ ടിക്കറ്റ് നിരക്ക് കുറയും. സ്ഥിതി സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിരീക്ഷിക്കുന്നുണ്ട്. നിരക്ക് കുറയ്ക്കുന്നതിനായി വിമാന കമ്പനികൾ തമ്മിലുള്ള മത്സരം പ്രോത്സാഹിപ്പിക്കും. ഇതിനായുള്ള ഉദാര നയം തയ്യാറാക്കിയതായും അതോറിറ്റി അറിയിച്ചു. ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവാണ് ഒരു മാസത്തിനിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രവാസികളുടെ മടക്കയാത്രയും സാരമായി ബാധിച്ചിരുന്നു. അതേസമയം സൗദിയിൽ ആഭ്യന്തര യാത്രകൾക്കുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ വിശദീകരിച്ച് മന്ത്രാലയം രംഗത്തെത്തി. യാത്രകൾക്ക് കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന നിബന്ധന ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് രാജ്യത്തിനകത്ത് യാത്ര ചെയ്യുന്നതിന് തടസ്സങ്ങളില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. ആഭ്യന്തര യാത്രകൾ നടത്തുന്നതിന് വാക്സിൻ സ്വീകരിച്ചിരിക്കണമെന്ന നിബന്ധനയില്ലെന്ന് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി വിഭാഗവും വ്യക്തമാക്കി. എന്നാൽ വ്യക്തികളുടെ ആരോഗ്യനില തെളിയിക്കുന്ന തവക്കൽന ആപ്ലിക്കേഷനിലെ സ്റ്റാറ്റസ് പച്ചയായിരിക്കണമെന്ന നിബന്ധന നിർബന്ധമാണെന്നും അതോറിറ്റി വിശദീകരിച്ചു. സ്വദേശികൾക്കും വിദേശികൾക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഓരോ വ്യക്തിക്കും വ്യക്തിഗത തവക്കൽന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണെന്നും ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. തവക്കൽനയിൽ ഇന്റർനെറ്റ് ഇല്ലാതെയും 48 മണിക്കൂർ വരെ സ്റ്റാറ്റസ് നിലനിൽക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയതായും മന്ത്രാലയ അധികൃതർ അറിയിച്ചു. എന്നാൽ രാജ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് മേഖല ഉൾപ്പെടെ വിവിധ തൊഴിൽ മേഖലകളിൽ ഇതിനകം വാക്സിൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ വാക്സിൻ സ്വീകരിച്ചവരോ കോവിഡ് ബാധിച്ച് ഭേദമായവരോ ആയിരിക്കണമെന്ന് മന്ത്രാലയങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഓഗസ്റ്റ് 1 മുതൽ പൊതുയിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് വാക്സിൻ നിർബന്ധമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.